തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാണാതായ 13-കാരി തസ്മിത് തംസ് കന്യാകുമാരിയിലുണ്ടെന്ന് സൂചന. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് പുലർച്ചെ 5:30 ഓട്ടോ ഡ്രൈവറാണ് കുട്ടിയെ കണ്ടതെന്നുള്ള വിവരങ്ങൾ. കുട്ടിയെ കണ്ട ഓട്ടോ ഡ്രൈവർക്കൊപ്പം കന്യാകുമാരിയിൽ പോലീസ് പരിശോധന നടത്തുന്നു. പക്ഷേ നിർണായകമായ വിവരങ്ങൾ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. CCTV യിൽ നിന്ന് കുട്ടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഈ അന്വേഷണം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും അതോടൊപ്പം തന്നെ കന്യാകുമാരിയിലെ സമീപ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനകൾ തുടരുകയാണ്. ഇന്നലെ കുട്ടി പോയ ഐലൻഡ് എക്സ്പ്രസ് അതിൻ്റെ 2ാം ദിവസത്തെ യാത്ര ഇന്നും തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, ഈ പരിശോധന ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ ഒരു വിവരം നമുക്കിതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നത്? നിലവിൽ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടതായി സ്ഥിരീകരിക്കാനാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. തമ്പാനൂരിൽ ഇപ്പോൾ പരിശോധന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. 3, അതായത് RPF-ഉം കേരള പോലീസും തമിഴ്നാട് പോലീസും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടോ? തീർച്ചയായും സിജു, ഇന്നലെ രാവിലെ മുതലാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈകിട്ടോടെയാണ് പോലീസിന് ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകിയത്. വൈകിട്ട് 4 മണിക്കാണ്. ഈ ഒരു സമയം മുതൽ തന്നെ പോലീസ് കാര്യക്ഷമമായ അന്വേഷണമാണ് തസ്മിത് തംസും എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടി കാണാതായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് അതിലും മുന്നോട്ട് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കാര്യക്ഷമമായ അന്വേഷണമാണ് പോലീസിന്റെയും RPF-ന്റെയും ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കന്യാകുമാരിയിൽ നിന്നും നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകളിലാണ് ഇത്തരത്തിൽ പരിശോധന RPF-ന്റെയും കേരള പോലീസിന്റെയും സംയുക്ത പരിശോധന നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ പരിശോധന നടക്കുന്ന ട്രെയിനുകൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്ന ട്രെയിനുകളിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്തിനും നാഗർകോവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിലുള്ള ചെറിയ ഹോൾട്ട് സ്റ്റേഷനുകളുണ്ട്. കുഴിത്തുറ, അതിനൊപ്പം തന്നെ മാർത്താണ്ഡം, ഇരണിയിൽ തുടങ്ങിയ സ്റ്റേഷനുകളുണ്ട്. ആ സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച ഇവിടെ ട്രെയിൻ നിർത്തുന്ന സമയം അത് ഒരു 5 മിനിറ്റിലധികം സമയം ട്രെയിൻ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ നടത്താൻ കൂടുതൽ സമയം പോലീസിന് ലഭിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാർത്താണ്ഡം അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പരിശോധന നടക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ കുട്ടി കന്യാകുമാരി ഭാഗത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളൊരു കാര്യം ഒരു വിവരം ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ച ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കന്യാകുമാരിയിൽ നിന്നും തിരിച്ച് ഈ കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് തിരിച്ചുള്ളൊരു യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ പരിശോധനയിലൂടെ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പരിശോധനയിൽ ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ